ജൂൺ UGC നെറ്റ് എക്സാമിൻ്റെ ആൻസർ കീ വന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ 3 സബ്ജക്റ്റുകൾ കൊമേഴ്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി സബ്ജക്റ്റുകളുടെ എക്സാം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അത് റീസ്കെഡ്യൂൾ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഡിസിഷൻ എടുത്തത്, ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റ് എന്താണ്, ആൻഡ് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വാട്ട് ഈസ് വേ അഹെഡ്, ഈ 3 കാര്യങ്ങളാണ്. ഇതിൽ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് എടുത്തത് എന്നുള്ളത് ഇന്നലത്തെ തന്നെ നോട്ടിഫിക്കേഷനിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ 3 സബ്ജക്റ്റുകളിൽ, അതായത് കൊമേഴ്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി 3 സബ്ജക്റ്റുകളിൽ ഒരുപാട് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് PYQs റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു, ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, പുസ്തകങ്ങളുടെ പേരുകൾ, ഓതേഴ്സിൻ്റെ, സ്കോളേഴ്സിൻ്റെ പേരുകൾ, ഇങ്ങനെയുള്ളതിലൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻസിലും വേറെ എററുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കംപ്ലയിൻറ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി NTA ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ മനസ്സിലായിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ ഈ കംപ്ലയിൻറ്റ് ഒരു വാലിഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എക്സാമിന് എറർ ഫ്രീ ആൻഡ് ട്രാൻസ്പെറൻറ്റ് എക്സാം നടത്തുക, ഫെയർ ആയിട്ടുള്ള എക്സാം നടത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, NTA ഒരു ഒബ്ജക്റ്റീവ് ആണ് എന്നുള്ളത് കൊണ്ട് ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ട് വി ആർ ക്യാൻസലിംഗ് ദ എക്സാം ആൻഡ് റീഷെഡ്യൂളിംഗ് ഇൻ ദ എക്സാം. ഇംഗ്ലീഷ് ആൻഡ് കൊമേഴ്സ് സെപ്റ്റംബർ 9-നാണ്, സോഷ്യോളജി സെപ്റ്റംബർ 10-നാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അവർ ചെയ്ത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവാതെ ഈ ഒരു എക്സാം നടത്തണമായിരുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും പറയുന്നൊരു കേസ്. രണ്ടാമത്തത്, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏകദേശം 1.5 മാസം ഇത്രയധികം ലാഗ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ലേറ്റ് ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഓവറോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുക, ഫെയർ കണ്ടക്ട് ഓഫ് എക്സാം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് NTA പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഏതൊരു എക്സാമും ഫെയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ആവുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇത് ഒരുപാട് സ്റ്റുഡൻസിൻ്റെ പ്രിപ്പറേഷനെ വളരെ സീരിയസ് ആയിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം നമ്മളെല്ലാവരും ഒരുപാട് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, സീരിയസ് ആയി പഠിച്ചിട്ടുണ്ടാവും, ഒരുപാട് കാലത്തെ സാക്രിഫൈസുകൾ ഉണ്ടാവും, ഒരുപാട് എഫേർട്ടുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പം ആ എഫേർട്ടുകളാണ് പെട്ടെന്നൊരു ദിവസം ഓക്കെ നമ്മൾ എക്സാം എഴുതുന്നു, നമ്മൾ ഓൾമോസ്റ്റ് പലരും ക്വാളിഫൈ ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു, നമ്മൾ ആ മൂഡിൽ നിന്ന് മാറുന്നു, നമ്മൾ അടുത്തൊരു സെറ്റ് ഓഫ് ആസ്പെക്റ്റിലേക്ക് നമ്മൾ പോകുന്നു. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഏകദേശം എക്സാം നടന്ന 1.5 മാസത്തിന് ശേഷം അവർ എക്സാമിൻ്റെ ക്യാൻസലേഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റ് പറയുന്നത്. അപ്പോൾ ഇത് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്ത പഠിച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഓക്കെ, കാരണം ഇനി അവർക്ക് അങ്ങനെ എഫേർട്ട് ഇടാൻ പറ്റില്ല. അങ്ങനെ എഫേർട്ട് ഇടാൻ പറ്റില്ല എന്നുള്ളതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരുപാട് കാലത്ത് എഫേർട്ടിന് ശേഷം ഇങ്ങനെ ഒരു എഫേർട്ട് ഇട്ടു, റിസൾട്ട് പ്രതീക്ഷിച്ചു, വീണ്ടും വാട്ട് വി കൻ സേ നമ്മൾ ആ മെൻ്റലി നമ്മൾ അതിൽ നിന്ന് ഔട്ട് ആയിട്ടുണ്ടാവും. തിരിച്ച് മെൻ്റലി അതിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഹവേഴ്സ് ഓഫ് എഫേർട്ട്. ഓക്കെ, നമ്മൾ മെൻ്റലി തിരിച്ചും ആ ഒരു സ്റ്റേജിലേക്ക് എത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഡെഫിനറ്റ്ലി ഇനി നമ്മൾ പഠിക്കുകയാണെങ്കിലും കഴിഞ്ഞൊരു എക്സാമിന് നമ്മൾ ഒരുപാട് മാസങ്ങളെടുത്ത് പഠിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, മതിയായ റിവിഷൻ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് അതിനുള്ള സമയമില്ല. ഏകദേശം 20-23 ദിവസങ്ങളേ ഉള്ളൂ. നമുക്ക് പഠിച്ചതൊന്നും നമുക്ക് ഓർമ്മയില്ല, എവിടുന്ന് പഠിക്കണമെന്ന് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല, എന്ത് പഠിക്കണമെന്ന് നമുക്ക് ക്ലാരിറ്റി ഇല്ല, ഏതൊക്കെ നോക്കണം, PYQ നോക്കണോ, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു വാലിഡ് ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. അതായത് എല്ലാം മറന്നുപോയിട്ടുള്ളൊരു ഫീലിംഗ്, എവിടുന്ന് തുടങ്ങണം എന്ന് കൺഫ്യൂഷൻ ഉള്ളത്, എങ്ങനെയാണ് ഈ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ദിവസത്തിൽ എങ്ങനെയാണ് ഈ ടോപ്പിക്കൊക്കെ ഒന്നുകൂടി പഠിക്കുക എന്നുള്ള കൺഫ്യൂഷൻ, ഇതെല്ലാം വാലിഡ് ആയിട്ടുള്ളൊരു കൺഫ്യൂഷൻ തന്നെയാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ പല വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഇനിയുള്ള ഒരു എക്സാം എഴുതാൻ പോലും പറ്റാത്ത വിദ്യാർത്ഥികളും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പം എനിക്ക് തന്നെ പേഴ്സണലി അറിയുന്ന ചില വിദ്യാർത്ഥികളൊക്കെ ഫാമിലി ആയിട്ട് ഗൾഫിലൊക്കെ താമസിക്കുകയും ഈ ഒരു എക്സാമിന് വേണ്ടി നാട്ടിലേക്ക് വരികയും എക്സാം കഴിഞ്ഞ് തിരിച്ചു പോവുകയും ഇനി ഒരു എക്സാം എഴുതാൻ അങ്ങനെയും, അതായത് അവരുടെ ലൈഫ് പ്ലാനുകൾ പോലും ഈ എക്സാമിൻ്റെ സ്കെഡ്യൂളിനനുസരിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന ഇനി എക്സാം നടത്തിയാൽ എഴുതാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഇമ്പാക്റ്റുകൾ, പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ ലൈഫിൽ ഇത് കാരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കേസ്. അപ്പോൾ ഇവിടെ വാട്ട് വി കൻ സേ, NTA ഇനിയും എക്സാം നടത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക, കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആവുക, അതിനൊരു പ്രോപ്പർ സിസ്റ്റംസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മുന്നോട്ട് എന്താണ് എന്നുള്ളത് ഇവിടെ ഞാൻ പറയും. ബേസിക്കലി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഓവറോൾ ഇറ്റ്സ് നമ്മൾക്ക് JRF ഹോൾഡർ ആവണം.
നമുക്ക് നെറ്റ് ഹോൾഡർ ആവണം. അത് എക്സാം എന്ന് നടത്തിയാലും റിസൾട്ട് എന്ന് നടത്തിയാലും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഈ എക്സാം ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുള്ളത്, എക്സാം കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സാം ഒരു ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫെയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എക്സാം വീണ്ടും നടത്തുക എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാം ഫെയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടല്ല നടന്നത് എന്ന് ആ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഇത് നമുക്കും കൂടി കൂടുതൽ യൂസ്ഫുൾ ആവണം അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ആവണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ എക്സാം റീടെസ്റ്റ് നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇങ്ങനെ ആലോചിച്ചാൽ മതി, പെട്ടെന്ന് റിസൾട്ട് വരുന്ന നമ്മൾ തോൽക്കുന്ന എക്സാമിനേക്കാളേറെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുക കുറച്ച് ലേറ്റ് ആയാലും രണ്ടാമതായിട്ട് എഴുതിയാലും നമ്മൾ ജയിക്കുന്ന, നമ്മൾ JRF ഹോൾഡർ ആവുന്ന, നെറ്റ് ഹോൾഡർ ആവുന്ന ഒരു എക്സാം ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ സിമ്പിൾ ലോജിക് ബിഹൈൻഡ് ദാറ്റ്. അപ്പം അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ്. ഡെഫിനറ്റ്ലി ഇതൊരു ഡിസപ്പോയിൻറ്റിങ് സിറ്റുവേഷൻ ആണ്. ബട്ട് ഓക്കെ, ഒരു ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒരു കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള എക്സാമിനേക്കാളേറെ നല്ലത് ഇത് തന്നെയാണ് എല്ലാ അർത്ഥത്തിലും എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾ നേരിടുന്ന, മറന്നു പോവുക, സമയമില്ലായ്മ, പ്ലാനിങ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാത്ത, ലിമിറ്റഡ് സമയത്ത് എങ്ങനെയൊക്കെ പഠിക്കണം എന്നറിയാതിരിക്കുക, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഡെഫിനറ്റ്ലി ഇതൊക്കെ വളരെ സീരിയസ് ആയ പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ക്രൂഷ്യൽ സാധനം, ഈ എക്സാം എഴുതുന്ന ഇന്ത്യയിലെ എല്ലാ കാൻഡിഡേറ്റ്സിനും, എല്ലാ ആസ്പിറൻസിനും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊരു സിമ്പിൾ സൊല്യൂഷൻ ഒന്നുമില്ല, പക്ഷേ എല്ലാവർക്കും, എല്ലാ ആസ്പിറൻസിനും, എല്ലാ കാൻഡിഡേറ്റ്സിനും ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആരാണ് വിജയിക്കാൻ പോകുന്നത്? ഇതൊരു കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആണ്. അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് ആർക്കാണോ ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക അവരാണ് ഈ എക്സാം വിജയിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ ഇനിയുള്ള വളരെ ചുരുങ്ങിയ 22 23 ദിവസങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള സമയം ഏറ്റവും നന്നായിട്ട് ആർക്കാണോ യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും നന്നായിട്ട് ആർക്കാണോ റിവൈസ് ചെയ്യാൻ പറ്റുന്നത്, അവരാണ് ക്വാളിഫൈ ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ എത്ര മാസം പഠിച്ചിട്ടുണ്ടെന്നോ, നിങ്ങളോ ബാക്കിയുള്ള ആളുകളോ 3 മാസമോ 6 മാസമോ 8 മാസമോ എത്ര പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതോ ഇപ്പം ഇവിടെ വലിയൊരു വിഷയമല്ല. ഇവിടെ ഈ എക്സാമിന് ഏറ്റവും ഡിറ്റർമൈൻഡ് ആയിട്ട് ആവാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്ത് ആർക്കാണോ മാക്സിമം റിവൈസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഒരിക്കലും പറയില്ല 22 23 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ടോപ്പിക്ക് പഠിച്ച് തീർക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ആർക്കാണോ ഏറ്റവും അവൈലബിൾ, കാരണം ഇനി എല്ലാവർക്കും ലിമിറ്റഡ് ടൈമാണ്. ഓക്കെ, അപ്പോൾ ആ ലിമിറ്റഡ് ടൈം ആർക്കാണോ ഏറ്റവും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ മറന്നു പോകാമെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒറ്റ നോട്ടത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കെല്ലാം മറന്നുപോയ പോലെ തോന്നും. പക്ഷേ നമ്മളെല്ലാം ഒന്ന് വായിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ മറന്നിട്ടുണ്ട് എന്ന് കരുതുന്ന പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയുണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുക, ഈ സമയത്ത് പ്രിപ്പറേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, റിവിഷൻ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, 2, നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. 3, അവൈലബിൾ ആയിട്ടുള്ള സമയം ഏറ്റവും അടിപൊളിയായിട്ട് ആർക്കാണോ യൂസ് ചെയ്യാൻ പറ്റുക അവരാണ് എന്നുള്ളതാണ്. എയ്ഫറിനെ സംബന്ധിച്ച് ഈ എല്ലാ UGC നെറ്റ് ആസ്പിറൻസും നേരിടുന്ന ഈ ബുദ്ധിമുട്ടുകൾ എയ്ഫർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ എയ്ഫർ ഇത്രയധികം വലുതാവാനുള്ള, കഴിഞ്ഞ 6 തവണ തുടർച്ചയായിട്ട് കേരളത്തിൽ ഒന്നാമതാവാനുള്ള, 3500-ലധികം നെറ്റ് ഹോൾഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ, 410-ലധികം JRF ഹോൾഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. ആ ഒരു സപ്പോർട്ടിന് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ എയ്ഫറിൻ്റെ ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ എയ്ഫർ ഒരു ബൗൺസ് ബാക്ക് കോഴ്സ് എന്നുള്ളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊമേഴ്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി, ഈ 3 സബ്ജക്റ്റിനും വരുന്ന എക്സാമിന് കംപ്ലീറ്റ് ആയിട്ടുള്ള അതിനുള്ള ഒരു പ്രിപ്പറേഷൻ സിസ്റ്റമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ളതാണ്. ഇറ്റ്സ് നോട്ട് എ പെയ്ഡ് കോഴ്സ്. ഡെഫിനറ്റ്ലി നോർമലി ഇതൊക്കെ പെയ്ഡ് കോഴ്സാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ എയ്ഫർ വിൽ സ്റ്റാൻഡ് വിത്ത് യു. അപ്പോൾ നിങ്ങൾ വളരെ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ടുവാർഡ്സ് എൻ്റെ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഡെഫിനറ്റ്ലി ഇതൊരു ചലഞ്ചിങ് സിറ്റുവേഷൻ ആണ്. പക്ഷേ വിജയികളെ സൃഷ്ടിക്കുന്നത്, വിന്നേഴ്സിനെ സൃഷ്ടിക്കുന്നത് ആർക്കാണോ ചലഞ്ചിങ് സിറ്റുവേഷന് ഏറ്റവും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക, ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്ക് വരുന്ന എക്സാമിന് വിജയിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കംപ്ലീറ്റ് റിസോഴ്സുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ലഭിക്കാൻ, സ്ട്രാറ്റജി എല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട് എയ്ഫർ എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ എയ്ഫർ ബൗൺസ് ബാക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നന്നായി പഠിക്കുക. എക്സാം എക്സ്റ്റെൻഡ് ചെയ്തോട്ടെ, റിസൾട്ട് എക്സ്റ്റെൻഡ് ചെയ്തോട്ടെ, പക്ഷേ നമ്മൾ വിജയിച്ചിരിക്കും.